വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാങ്ക ബൈ ആൻഡോൺ ചെക്കോവ് എന്ന വർക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നുള്ളത് വാങ്ക എന്നുള്ളത് ബൈ ആൻഡോൺ ചെക്കോ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് ഒരു 9 ഇയർ ഓൾഡ് ബോയിനെ പറ്റിയിട്ടാണ്. 9 വയസ്സുള്ള ഒരു ബോയിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. ആ ഒരു ബോയിൻ്റെ പേരാണ് വാങ്ക എന്നുള്ളത്. ഈ ഒരു വാങ്ക എന്നുള്ള ആ ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, മോസ്കോ എന്ന സ്ഥലത്ത് ഒരു ഷൂ മേക്കറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഷൂ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഭ്യസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു വാങ്ക എന്നുള്ള ബോയിനെ ഈ ഒരു ഷൂ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അഭ്യസിച്ച ആൾ എന്നുള്ളത് ആ ഒരു വാങ്ക എന്നുള്ള ബോയിന് എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ക എന്നുള്ള ബോയോട് മോശമായിട്ടാണ് പെരുമാറുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വില്ലേജിലേക്ക്, ആ ഒരു ബോയിൻ്റെ വില്ലേജിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മടങ്ങി പോകാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് ആ ഒരു വില്ലേജിൽ. അതുപോലെ തന്നെ ഈ ഒരു ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ക എന്നുള്ള ആ ഒരു ബോയ് ക്രിസ്മസിൻ്റെ തലേന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. ആ ഒരു ലെറ്ററിൽ അദ്ദേഹം എഴുതുന്നുള്ളത് എന്താണ്, എന്നെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോകണമെന്ന ആ ഒരു അപേക്ഷയാണ് ആ ഒരു ലെറ്ററിൽ വാങ്ക എന്ന ബോയ് ഗ്രാൻഡ് ഫാദറിനോട് ആ ഒരു ലെറ്ററിൽ അപേക്ഷിക്കുന്നുള്ളത്. ഈ ഒരു സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ചൈൽഡ് ലേബറിൻ്റെ ഹാഷ് റിയാലിറ്റീസ് ആണ്. ചൈൽഡ് ലേബറിനെ പറ്റിയിട്ടുള്ള ആ ഒരു യഥാർത്ഥ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബോയ്സിൻ്റെ ആ ഒരു ബെറ്റർ ലൈഫിനുള്ള ആ ഒരു കൊതിക്കൽ, ലോങ്ങിങ് മീൻസ് കൊതിക്കൽ, ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് കൊതിക്കുന്നുള്ള ഒരു ബോയിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വാങ്ക സുഗോവ് എന്നുള്ള ഈ ഒരു 9 ഇയർ ഓൾഡ് ബോയ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എന്നുള്ളത് മോസ്കോയിലും ഓൾറെഡി പറഞ്ഞു ഒരു ക്രൂവലായിട്ടുള്ള ഷൂ മേക്കറിൽ നിന്നാണ് ഈ ഒരു ജോലി അഭ്യസിക്കുന്നുള്ളത്. അതുപോലെ തന്നെ വാങ്ക എന്നുള്ളത് മിസ്ട്രീറ്റഡ് ആണ്, മോശമായിട്ട് പെരുമാറപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിശക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിന് ക്രിസ്മസിൻ്റെ തലേന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബോയ് ഒരു ലെറ്റർ എഴുതുന്നുണ്ട് ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോയ് ആഗ്രഹിക്കുന്നുള്ളത് ആ ഒരു വില്ലേജിലേക്ക് മടങ്ങിപ്പോവാനും അതുപോലെ തന്നെ ഈ ഒരു ജോലിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ആ ഒരു വാങ്ക എന്നുള്ള ആ ഒരു 9 ഇയർ ഓൾഡ് ബോയ് ആഗ്രഹിക്കുന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിലുള്ള മെയിൻ തീംസ് എന്നുള്ളത് ചൈൽഡ് ലേബർ, പോവേർട്ടി, വീടിനോടും അതുപോലെ തന്നെ ഫാമിലിയോടുള്ള ബോയ്സിൻ്റെ ആ ഒരു ലോങ്ങിങ്, കൊതിക്കൽ, അതുപോലെ തന്നെ സിറ്റിയും കൺട്രി ലൈഫും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ്, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലുള്ള മെയിൻ തീംസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേൾഡ് ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷനിൽ മറ്റുള്ള ടോപ്പിക്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ stay connected and keep supporting this channel for more videos about BA English classes.